മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം. രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ രാജ്യത്ത് വ്യാപകമായിട്ട് വോട്ട് ചോരി എന്ന് കള്ളം പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അതേപോലെ തന്നെ നമ്മുടെ കേരളത്തില് വലിയ രീതിയിലൊരു ജിഹാദി അജണ്ട, തീവ്ര ചിന്താഗതിക്കാരുടെ ഒരു അജണ്ട സെറ്റ് ചെയ്തു വെച്ചിട്ടുണ്ട്. ഈ രണ്ട് വിഷയങ്ങളെ കുറിച്ചൊക്കെ നമ്മുടെ പുതുതലമുറക്ക് വലിയ ധാരണയുണ്ട്. വലിയ രാഷ്ട്രീയ ബോധമുള്ള പുതുതലമുറ നമ്മുടെ കേരളത്തില് വളർന്നുകൊണ്ടിരിക്കുന്നു. ഇതൊക്കെ നമ്മുടെ കേരളത്തിന് വലിയ പ്രതീക്ഷ തന്നെയാണ്. യുവജനോത്സവം സീസൺ 3 എന്ന് പറഞ്ഞുകൊണ്ട് ഏഷ്യാനെറ്റ് നടത്തുന്ന പ്രോഗ്രാമില് രണ്ട് വിദ്യാർത്ഥികള് ഇതൊക്കെയായി ബന്ധപ്പെട്ട ഒരു പ്രതികരണം നടത്തുന്നുണ്ട്. അവതാരിക പരമാവധി വലിയ സംഭവമായിട്ടൊക്കെ ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട് പല രീതിയിൽ. എന്നാൽ വിദ്യാർത്ഥികള് വളരെ വലിയ രീതിയിൽ പക്വമായിട്ട് നമ്മുടെ പുതുതലമുറ എത്രത്തോളം രാഷ്ട്ര സ്നേഹം ഉയർത്തിപ്പിടിക്കുന്നത് എന്ന് വ്യക്തമാക്കുന്ന ഒരു മറുപടി ഞാൻ ഇവിടെ കൊടുക്കാം. നിങ്ങൾ അതൊന്ന് കേട്ടു നോക്കൂ. ബീഹാറിൽ ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ടുള്ള അതിന്റെ റിസൾട്ട് വന്നു. NDA ബീഹാറിൽ ഭരണത്തിൽ എത്തിയിരിക്കുകയാണ്. എന്ത് തോന്നുന്നു? അത്തരത്തിലൊരു വിജയം പ്രതീക്ഷിച്ചിരുന്നു എന്ന് പറയാനാണ് എനിക്ക് താല്പര്യം. കാരണം വോട്ട് ചോരി എന്ന് പറഞ്ഞ് കൊണ്ടുവന്നു, അത് നടക്കാതെ പോയി. വന്ദേ ഭാരതില് ഗണഗീതം പാടി എന്ന് പറഞ്ഞ് ഇത്രയും ന്യൂസ് ആയ സമയത്ത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഒരാള് ചികിത്സ കിട്ടാതെ മരിച്ചായി എന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോഴാണ് വേണുവിന്റെ കുടുംബം അദ്ദേഹത്തിനെ പറ്റി നമ്മുടെ മീഡിയയിലായിരുന്നാലും പക്ഷെ സോഷ്യൽ മീഡിയകളിൽ ഒരുപാട് കത്തിക്കേറിയ വിഷയമായിരുന്നു പരമപവിത്രം എന്ന് പറയുന്ന ഒരു ഗണഗീതം പാടി എന്ന് പറയുന്നത്. അപ്പം ഇതൊക്കെ വോട്ട് പൊളിറ്റിക്സ്, തേർഡ് റേറ്റ് പൊളിറ്റിക്കൽ സ്റ്റേജസ് തന്നെ അല്ലേ? അതെന്തെങ്കിലും ഒരു ടൈപ്പ് ഓഫ് സ്ട്രാറ്റജി ആണെന്ന് തോന്നുന്നു. എനിക്ക് സ്ട്രാറ്റജി ആണെന്ന് അതിന്റെ ആവശ്യകത ഉണ്ടായിരുന്നു. നമ്മളിപ്പോ സഖാക്കളായിക്കോട്ടെ, സംഘികളായിട്ട് എന്ത് ടൈപ്പ് ആളുകളായിക്കോട്ടെ, അവരുടെയൊക്കെ പാട്ടുകൾ നമ്മൾ പാടാറില്ലേ? ഇപ്പം ചോര വീണ മണ്ണിൽ നിന്ന് ഉയർന്നു വന്ന പൂമരം എന്ന് നമ്മൾ പാടുന്നത് പോലെ അതിന്റെ പകുതി പോലും ഇല്ലല്ലോ ഭാരതാംബയെ പൂജിക്കാമെന്ന് പറയുന്നത്. അപ്പൊ അതിൽ ഇത്രയും വലിയൊരു പ്രശ്നം കൊണ്ടുവരേണ്ട ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നി. അതിൽ കുറച്ചുകൂടെ ചികിത്സയുടെ കാര്യം, എഡ്യൂക്കേഷന്റെ കാര്യം, ഇപ്പൊ PM ശ്രീയുടെ കാര്യം, അതിലോട്ടുള്ള ഫോക്കസ് മാറ്റി ഒരു മതപരമായ, ഒരു റിലീജിയസ് ആയിട്ടുള്ള രീതിയിലേക്ക് ഡൈവേർട്ട് ചെയ്ത് കൊണ്ടുപോയി എന്ന് എനിക്ക് തോന്നിയത് എന്റെ പേഴ്സണൽ ഒപ്പീനിയൻ. എന്താണ് ഈ വിഷയത്തെ പറ്റിയുള്ള അഭിപ്രായം? നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അത്ര വലിയ ചർച്ചാ വിഷയം ആക്കേണ്ട ഒരു കാര്യമല്ലായിരുന്നു. നേരത്തെ പറഞ്ഞതുപോലെ ആ ചോര വീണ മണ്ണിൽ നിന്ന് അതേ പാട്ട് പാടുന്നത് പോലെ അത്രയും ഒരു തീവ്രമായ ഒരു വിഷയം പോലും അല്ല നാം നമ്മുടെ ഭാരതാംബയെ പൂജിച്ചുകൊണ്ട് ഒരു പാട്ട് അല്ലെങ്കിൽ ഒരു ഗാനം ആലപിക്കുമ്പോൾ. അപ്പോൾ ഈ ഒരു നിലയിൽ കേരള രാഷ്ട്രീയം ഒരു ട്രെയിനിലാണ് അത് പാടിയത്. ഒരു വന്ദേ ഭാരത് എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു കമ്മ്യൂണിറ്റിയുടെ പാർട്ടൊന്നും അല്ലല്ലോ. അപ്പൊ അതിൽ ശരി തെറ്റുകളെ പറ്റി എന്താ അഭിപ്രായം? അതിൽ തെറ്റായിട്ട് നമുക്ക് കാണാനൊന്നും പറ്റില്ല. ആ കുട്ടികൾ അവരുടെ സ്വമേധയായിട്ട് പാടിയതാണ്, അല്ലാതെ ആരും അവരെ ഫോഴ്സ് ചെയ്തിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു നേതാവോ ആരെങ്കിലും അവരെ ഫോഴ്സ് ചെയ്ത് അവരെ പാടിപ്പിച്ചതല്ല. അവർക്ക് തോന്നി, അതുകൊണ്ട് അവർ പാടി. ആ സ്വാതന്ത്ര്യം നാം ഭാരതീയർ എല്ലാവർക്കും ഇല്ലേ? നിങ്ങൾ കേട്ടില്ലേ? നമ്മുടെ പുതുതലമുറയിൽ തിരുവനന്തപുരത്ത് നടന്നിട്ടുള്ള പ്രോഗ്രാമാണ്, ക്യാമ്പസിൽ നടന്നിട്ടുള്ള പ്രോഗ്രാമാണ്. നമ്മുടെ യുവതലമുറ, നമ്മുടെ പുതുതലമുറയെ പ്രതിനിധീകരിച്ചുകൊണ്ട് എത്ര സുന്ദരമായിട്ടാണ് പൊളിറ്റിക്സ് സംസാരിക്കുന്നത്. അവതാരിക പരമാവധി ചോദിക്കാൻ ശ്രമിച്ചത് നിങ്ങൾ ശ്രദ്ധിച്ചോ? വളരെ വ്യക്തമായിട്ട് ചോദിക്കുന്നുണ്ട്. ഇന്ത്യ മുഴുവനുമുള്ള ഒരു ട്രെയിൻ സംവിധാനത്തിൽ പാടുന്നത് ശരിയാണോ, ആലപിക്കുന്നത് ശരിയാണോ എന്ന തരത്തിലുള്ള ചോദ്യം. എനിക്ക് ഈ ചോദ്യം കേൾക്കുമ്പോൾ വളരെ വളരെ പുച്ഛാണ് തോന്നുന്നത്. യഥാർത്ഥത്തിൽ മറ്റൊന്നുമല്ല, ഈ രാജ്യം മൊത്തമുള്ള ഒരു സംവിധാനം, നമ്മുടെ രാജ്യത്തിന്റെ പുരോഗതിയാണ് വന്ദേ ഭാരതൊക്കെ നമ്മുടെ രാജ്യത്ത് ഉണ്ടാവുക എന്ന് പറയുന്നത്. അതൊരു യാഥാർത്ഥ്യമല്ലേ? അപ്പൊ നമ്മുടെ രാജ്യം വളരുമ്പോ നമ്മുടെ രാജ്യത്തിന്റെ ദേശഭക്തി ഗാനങ്ങളല്ലാതെ മറ്റെന്താണ് പിന്നെ ട്രെയിനിൽ നിന്നൊക്കെ ഉയരേണ്ടത്? ട്രെയിനേ എന്നല്ല, രാജ്യം വളരുന്ന ഓരോ മേഖലയിലും ദേശഭക്തി ഗാനങ്ങളല്ലേ ഉയരേണ്ടത്, അല്ലാതെ എന്താ ഉയർത്തേണ്ടത്? എനിക്ക് തീരെ മനസ്സിലാവുന്നില്ല. ഈ വിദ്യാർത്ഥിയോട് അത് ശരിയാണോ ആ കുട്ടികൾ പാടിയത് എന്നൊക്കെ ചോദിക്കുമ്പോ ആ വിദ്യാർത്ഥി പരമാവധി മാന്യത പുലർത്തിക്കൊണ്ടാ മറുപടി പറയുന്നത്. ഒരു തെറ്റുപോലെയാണല്ലോ അവതാരകർ ചോദിക്കുന്നത്. അപ്പൊ പരമാവധി പറയാണ് അത് ആ കുട്ടികളുടെ ഇഷ്ടത്തിനല്ലേ എന്ന്. ഞാൻ ലളിതമായിട്ട് പറയാ, കൃത്യമായിട്ട് നമ്മുടെ പുതുതലമുറയെ ദേശഭക്തി ഗാനങ്ങളൊക്കെ പഠിപ്പിച്ച് നമ്മുടെ രാജ്യത്ത് ഓരോ വികസനങ്ങൾ, നമ്മുടെ രാജ്യത്തിന്റെ ഓരോ വളർച്ചയിലും നമ്മുടെ കുട്ടികളെ കൊണ്ട് നമ്മുടെ ദേശഭക്തി ഗാനങ്ങളൊക്കെ ഉച്ചത്തിൽ ആലപിപ്പിച്ചിട്ട് തന്നെ മുന്നോട്ട് പോവേണ്ടതായിട്ടുണ്ട്. നമ്മുടെ രാജ്യം വളരുമ്പോ ദേശഭക്തി ഗാനങ്ങളല്ലാതെ മറ്റെന്താണ് ആലപിക്കേണ്ടത്? അല്ല, ദേശഭക്തി ഗാനം, നമ്മുടെ രാജ്യത്തോടുള്ള സ്നേഹം ഉയർത്തിപ്പിടിക്കുന്നതിൽ ആർക്കാണ് ഇവിടെ കുരുപൊട്ടുന്നത്? ആർക്കാണ് ഇവിടെ പ്രശ്നം? അതാണ് എന്റെ ചോദ്യം. ഈ അവതാരകർക്കോ അല്ലെങ്കിൽ ഈ രാജ്യവിരുദ്ധർക്കോ? അല്ല,
നമ്മുടെ രാജ്യത്തെ കുറിച്ചല്ല ഈ ആലപിക്കുന്നത്. ഇതിലെന്താ തെറ്റ്? നിങ്ങൾ ദേശത്തെ സ്തുതിച്ചുകൊണ്ട് ഏത് ഗാനവും ആലപിച്ചോളൂ, പക്ഷെ അത് രാജ്യവിരുദ്ധതാവരുത് എന്ന് ഈ രാജ്യത്തെ സ്നേഹിക്കുന്ന ആളുകൾക്ക് മുന്നോട്ട് വെക്കാനുള്ള നമ്മുടെ അവതാരകരുടെ ഒക്കെ ഒരു ചോദ്യം. എന്നിട്ടും നമ്മുടെ പുതുതലമുറ മാന്യത ഉയർത്തിപ്പിടിച്ചിട്ട് പറയാ കുട്ടികൾ അവരുടെ ഇഷ്ടത്തിന് സ്വന്തമല്ലേന്ന്. യഥാർത്ഥത്തിൽ നമ്മുടെ പുതുതലമുറയെ നമ്മൾ നിർബന്ധപൂർവ്വം പഠിപ്പിക്കണം. നമ്മുടെ ദേശസ്നേഹം നമ്മളല്ലാതെ മറ്റാരാ നമ്മുടെ കുട്ടികളെ പഠിപ്പിക്കുക? ഇതൊക്കെ ലളിതമായിട്ടുള്ള ചോദ്യങ്ങളല്ലേ? ബീഹാർ ഇലക്ഷനുമായി ബന്ധപ്പെട്ട് വിദ്യാർത്ഥിനി പറയുന്നു വളരെ വ്യക്തം, വോട്ട് ചോരുന്നു, ആളുകൾ വിലക്കെടുക്കുന്നു. അതാണ് യാഥാർത്ഥ്യം. ഇതിന് ഏതെങ്കിലും ഒരു പാർട്ടിയുള്ള ആളാവണമെന്നൊന്നുമില്ല. ലളിതമായിട്ട് ചിന്തിച്ചാൽ മതി. ബീഹാർ ഇലക്ഷനെയൊക്കെ നോക്കിക്കാണുന്ന ആളുകളാണ്. നമ്മുടെ പുതുതലമുറ കൃത്യമായ രാഷ്ട്രീയം ശ്രദ്ധിക്കുന്നുണ്ട്. രാഹുൽ ഗാന്ധി പപ്പുത്തരവുമായിട്ട് തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. കാരണം എന്താ? ബീഹാർ ഇലക്ഷനില് ബീഹാറിലെ ജനങ്ങളുടെ വിഷയമല്ലാതെ എന്തോ തട്ടിപ്പ് എന്ന് ഒരു തെളിവില്ലാതെ നിരന്തരം വിളിച്ചു പറഞ്ഞാൽ ബീഹാർ ജനത പുച്ഛിച്ചു തള്ളൂലേ? അതേസമയം മറുഭാഗത്ത് മോദി സംവിധാനങ്ങള് അവിടെയുള്ള യുവാക്കളുടെയും അവിടെയുള്ള സ്ത്രീകളുടെയും അവിടെയുള്ള പുരോഗതിയെ കുറിച്ച് നിരന്തരം ചർച്ച ചെയ്തു. സക്സസ് ആവും ഏത്? അത് ഏതൊരാൾക്കും ഇവിടെ രാഷ്ട്രീയം ശ്രദ്ധിക്കുന്ന ആളുകൾക്ക് മനസ്സിലായില്ലേ? നമ്മുടെ പുതുതലമുറയൊക്കെ വോട്ട് ചോരിയൊക്കെ തള്ളിയിട്ട് ബീഹാർ ഇലക്ഷനൊക്കെ മോദി സംവിധാനം വിജയിക്കുമെന്നുള്ളതൊക്കെ അവർക്ക് വളരെ വലിയ രീതിയിൽ അവർ ഉയർത്തിപ്പിടിക്കുന്നുണ്ട്. ഇനി ഒരു ഉദാഹരണം, ഇതൊക്കെ ആർക്ക് വേണ്ടിയാണ്? നമ്മുടെ ദേശഭക്തി ഗാനങ്ങളെ പോലും എതിർക്കുന്നത് ആർക്ക് വേണ്ടിയാണ്? എന്ത് അജണ്ടയാണ് നമ്മുടെ കേരളത്തിൽ മുന്നോട്ട് പോകുന്നത് എന്നും നമ്മുടെ പുതുതലമുറ തിരിച്ചറിയുന്നുണ്ട്. അവർ ആ അവതാരികരൊക്കെ ചോദ്യത്തിന് മുന്നിൽ ഒരുപക്ഷെ പറയാനിട്ടായിരിക്കും. വ്യക്തമായിട്ട് മുന്നോട്ട് വെക്കാം. നമ്മുടെ കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉൾപ്പെടെ ഔദ്യോഗികമാണല്ലോ അതൊക്കെ. ആ സംവിധാനങ്ങൾ കോൺഗ്രസ്, ഇടതുപക്ഷം, സകല സംവിധാനങ്ങളും ഇവിടെ ഉയർത്തിപ്പിടിക്കുന്ന ഒരു മുദ്രാവാക്യമുണ്ട്. ഞാനൊന്ന് വായിച്ചേൽപ്പിക്കാം. ഫ്രം ദ റിവർ ടു ദി സീ പലസ്തീൻ വിൽ ബി ഫ്രീ. ഇത് നമ്മുടെ കേരളത്തില് പലസ്തീൻ അനുകൂലികളായിട്ടുള്ള സകലരും ഒരേ സ്വരത്തിൽ ഉയർത്തിപ്പിടിക്കുന്ന നമ്മുടെ മുഖ്യമന്ത്രി ഉൾപ്പെടെ. ഇതിന്റെ അർത്ഥം എന്താ വരുന്നത്? ജോർദാൻ നദി മുതൽ മെഡിറ്ററേനിയൻ കടൽ വരെയുള്ളത് സ്വതന്ത്രമാവും, പലസ്തീനായിട്ട് മാറും എന്നാണ് ഇവർ ഉയർത്തിപ്പിടിക്കുന്നത്. ഇതിന്റെ അർത്ഥം എന്താ? ഇസ്രായേൽ എന്നൊരു രാജ്യം തന്നെ ഉണ്ടാവരുത്. കാരണം ഈ ഇടക്കാണ് ഈ പറയുന്ന ജോർദാൻ നദിയുടെയും മെഡിറ്ററേനിയൻ ഈ നദിയുടെയും ഇടക്കാണ്, കടലിന്റെയും ഇടക്കാണ് ഈ സംവിധാനം വരുന്നത്, ഈ ഇസ്രായേൽ രാജ്യം. അപ്പൊ അതുവരെ പാടില്ല എന്ന് പറഞ്ഞൊരു രാജ്യവും രാജ്യത്തെ സകല പൗരന്മാരും വേണ്ട എന്ന് മുഖ്യമന്ത്രി മുതൽ ഔദ്യോഗികമായിട്ട് ഇവിടെ വിളിച്ചു പറയാ. ഇവിടെ ഒരു അവതാരികർക്ക് ഒരു ചോദ്യവും ഇല്ല, ഇവിടെ ഒരാൾക്കും ഒരു പ്രശ്നവും ഇല്ല. ഇവർക്കൊക്കെ പ്രശ്നം എന്താണ്? നമ്മുടെ ദേശത്തെ കുറിച്ച് ഒരു ദേശഭക്തി ഗാനം പഠിപ്പിച്ച് അല്ലെ പാടിയത്, അത് സമ്മതത്തോടെയാണോ സ്വയമാണോ പഠിപ്പിച്ച് ചൊല്ലിപ്പിക്കണം എന്നുള്ളതാ യാഥാർത്ഥ്യമോ? രാജ്യസ്നേഹം ഓരോ പുതുതലമുറയിലെ വിദ്യാർത്ഥികളിലും ഉണ്ടാവണം. അത് പഠിപ്പിച്ചു കൊടുത്ത് അത് പാടിപ്പിച്ച് അത് ആലപിപ്പിച്ചിട്ട് തന്നെ മുന്നോട്ട് കൊണ്ടുപോകണം. അല്ലാതെ പലസ്തീൻ വിൽ ബി ഫ്രീ എന്ന് പറയുന്നത് പോലെയുള്ള അതിവിടെ കേരളത്തിൽ ആര് വിളിച്ചാലും ഇവിടെ ഒരു പ്രശ്നമില്ല. ഇതൊക്കെ മലയാളികൾ ഗൗരവത്തിൽ ചിന്തിക്കേണ്ട, ചർച്ച ചെയ്യേണ്ട വിഷയങ്ങളാ. യഥാർത്ഥത്തിൽ പെറ്റമ്മയും പിറന്ന നാടും സ്വർഗത്തേക്കാൾ മഹത്തരമെന്ന് കൃത്യമായിട്ട് നമ്മുടെ രാജ്യത്ത് വളരുന്ന ഓരോ കുട്ടികളിലും പഠിപ്പിച്ചാണ് വളർത്തേണ്ടത്. ഓരോ കുട്ടികളിലും ദേശഭക്തി ഗാനങ്ങളും പഠിപ്പിച്ച് വളർത്തേണ്ടതായിട്ടുണ്ട്. എന്നാൽ ആരും വന്നിട്ട് പലസ്തീനിലെ കോപ്പില് ഓരോ കാര്യങ്ങളായിട്ട് ഇവിടെ വരൂല. ലോകത്തിന്റെ ഏതോ സ്ഥലത്തുള്ള സംഭവങ്ങളല്ല ഇവിടെ ഉണ്ടാവുക. ആദ്യം ഉയർത്തിപ്പിടിക്കുക ദേശസ്നേഹ, അത് കഴിഞ്ഞിട്ട് മറ്റൊന്നും ഇവിടെ ആളുകൾ ഉയർത്തിപ്പിടിക്കും. ഇതൊക്കെ പഠിപ്പിച്ച് തന്നെ വിദ്യാർത്ഥികളെ വളർത്തണോ? അല്ലാതെ ദേശഭക്തി ഗാനം പാടിയ ഇവിടെ സകല പ്രമുഖ മാധ്യമങ്ങൾ ഉൾപ്പെടെ ഉറഞ്ഞു തുള്ളി ചോദ്യങ്ങളാ. അതേസമയം പലസ്തീനില് ഒരു രാജ്യം തന്നെ വേണ്ട എന്നുള്ള മുദ്രാവാക്യങ്ങളൊക്കെ ഇവിടെ ആർക്കറിയാത്തത്? അവരേത് പ്രോഗ്രാമിൽ എവിടെയും പാടില്ലേ, ഒരു ഔദ്യോഗികയും ഒരു പ്രശ്നവും ഇല്ല. യഥാർത്ഥത്തിൽ ഏതാണ് എതിർക്കപ്പെടേണ്ടത്, ഏതാണ് ചേർത്ത് പിടിക്കേണ്ടത് എന്നൊക്കെ നമ്മുടെ പുതുതലമുറക്ക് വളരെ വ്യക്തതയുണ്ട്. കേരളത്തിൽ കൃത്യമായ ഒരു മാറ്റത്തിന്റെ കാറ്റാണ് പുതുതലമുറ കൃത്യമായിട്ട് ഇതുപോലെ മറുപടികൾ പറയുന്നത്. രാഷ്ട്രസ്നേഹം തന്നെയാണ് നമ്മുടെ പുതുതലമുറ ഉയർത്തിപ്പിടിക്കുന്നത്. ഇതൊക്കെ കേരളത്തില് ഒരു മാറ്റം തന്നെയാ. നമ്മുടെ പുതുതലമുറയിൽ നിന്നും ഇതുപോലെ മാധ്യമങ്ങൾക്ക് മുന്നിൽ ഈ രാജ്യസ്നേഹത്തെ ഉയർത്തിപ്പിടിക്കാൻ ഒരു മടിയുണ്ടായിരുന്നു. അതൊക്കെ അങ്ങനെ മാറിയിട്ട് ശക്തമായിട്ട് നമ്മുടെ ഒരു പുതുതലമുറ കേരളത്തിൽ വളർന്നു വരുന്നു എന്നുള്ളത് കാണുമ്പോൾ ഒരുപാട് സന്തോഷം. ഇതൊക്കെ തീവ്ര ചിന്താഗതിക്കാർ, ജിഹാദികൾ, കമ്മി സുഡാപ്പികൾക്കൊക്കെ എങ്ങനെയാണ് സഹിക്കുക എന്നുള്ളത് തീരെ
മനസ്സിലാകാത്തതുള്ളൂ.